ഫാമിലി കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കൊള്ളി കൊണ്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഇതിന് ഞങ്ങളുടെ ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇതിന് കൊള്ളി എന്ന് തന്നെയാണ് പറയുക. ചിലർ കപ്പ എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തേക്ക് ഭൂരിഭാഗം കൊള്ളി എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ കൊള്ളി ഇഷ്ടമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ തൃശ്ശൂർക്കാരുടെ കൊള്ളി ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് പല രീതിയിലും വെക്കാം. കൊള്ളി ഇഷ്ടം ചിലർ മഞ്ഞളിട്ടിട്ട് വെക്കും. ഞാൻ വെക്കുമ്പോൾ മഞ്ഞളിടാതെയാണ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് കണ്ടുപിടിച്ചിട്ടാണ് ഞാനും അമ്മ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഞാനിവിടെ കൊള്ളി ഇഷ്ടം തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കൊള്ളി ഒന്ന് ഞാൻ എങ്ങനെയാണ് തൊലി കളയുന്നത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് തൊലി എങ്ങനെ കളയുന്നത്. പക്ഷെ അറിയാത്ത കുട്ടികളും ഉണ്ടാവും. തുടക്കക്കാർക്കൊക്കെ പലരും പഠിക്കുന്ന കുട്ടികളെല്ലാം തൊലി ഇങ്ങനെ കളയാതെ ചെത്തി കളയുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കൊള്ളി ഒന്ന് തൊലി കളയുന്നത് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് കൊള്ളി തൊലി കളയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഏത് രീതിയിലുള്ള കൊള്ളിയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നല്ലതാണോ ചീത്തയാണെന്നൊന്നും അറിയില്ല. എപ്പോഴും ചെറിയ പീസുകളായിട്ട് ഇതേ വലുപ്പത്തിലുള്ള പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് കട്ടിയുള്ള കത്തി എടുക്കാവോ എപ്പോഴും നല്ലത്. ചെറിയ കത്തി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പാളി പോയിട്ട് കൈയൊക്കെ മുറിയാൻ ഇവിടെയൊക്കെ വെച്ച് മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള കത്തി എടുത്തിട്ട് ഇതുപോലെ തൊലി ഇതേപോലെ കളയാവും നല്ലത്. പതുക്കെ തിക്കി ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ അടർത്തിയെടുത്താലും പോരും. വലിയ പീസുകളൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഈ പീസിൽ അധികം മണ്ണൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇത് കഴുകിയിട്ട് വേണം നമ്മളെപ്പോഴും ഇത് തൊലി കളയാനായിട്ട്. നന്നായി കഴുകിയതിന് ശേഷം തൊലി കളയുകയാണെങ്കിൽ അധികം മണ്ണൊന്നും നമ്മൾ ഇതേപോലെ സ്ഥലത്ത് ഇതേപോലെ മണ്ണൊന്നും അധികം പിടിക്കില്ല. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് കഴുകിയതിന് ശേഷം വേണം നമുക്ക് ഇത് തൊലി കളഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാ കൊള്ളിയും ഞാൻ തൊലി കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണിത് കഷ്ണങ്ങളാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് പിന്നെ ഞാൻ പറയുകയാണ്, ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് ഞാൻ വെള്ളത്തിലേക്കാണ് ഇത് കട്ട് ചെയ്തിടുന്നത്. ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകൾ ഇതേപോലെയാണ് നമ്മൾ കൊള്ളി കഷ്ണങ്ങളാക്കി ഇടേണ്ടത്. ഈ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തോട്ട് കളയാം. ഇതേപോലെ വെള്ളത്തിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം നമ്മൾ 2 പ്രാവശ്യമെങ്കിലും ഈ വെള്ളത്തിലിട്ടിട്ട് ഈ കൊള്ളി കഴുകിയെടുക്കണം. അതിനുശേഷം ഒരു കുക്കറിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. കൊള്ളി ഞാനിവിടെ കഴുകി 2 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലിട്ട് വെള്ളം വാർത്തി വെച്ചതാണ്. നമുക്കിതിന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുക്കറിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇത് ഒപ്പത്തിനൊപ്പം വെള്ളം നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളം കുറവായി ചിലപ്പോൾ ഇത് നമ്മൾ വേവിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം നന്നായി കുറവായി വരും. അപ്പോൾ ഏകദേശം ഒരു നഗത്തെ വെള്ളം കണക്കാക്കിയിട്ട് നമുക്ക് ഇതേപോലെ മൂടി വേണ്ട, പക്ഷേ ഇതിനൊപ്പം കൊള്ളിയുടെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. ചില ഭാഗത്ത് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒറ്റ വിസിൽ കൊണ്ട് തന്നെ വേവുന്ന കൊള്ളിയാവാം. അപ്പോൾ ഈ കൊള്ളി എത്ര പ്രാവശ്യം വിസിൽ വന്നാലേ വേവാന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഒരു 3 പ്രാവശ്യം വന്നാലേ നമുക്ക് പാകത്തിന് വേവായി കിട്ടുമെന്ന് വിചാരിക്കണം. പിന്നെ ഇത് ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല, പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അത് ആദ്യം കുറച്ച് കുറവ് ഇട്ട് നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വെന്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ 1 ടീസ്പൂൺ നിറച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഈ വെള്ളം ഞാൻ കളയുന്നില്ല. അപ്പം സാധാരണ ചില സ്ഥലത്തൊക്കെ നമ്മൾ കൊള്ളി വേവിച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുക. ഞാനിവിടെ ഈ 2 പ്രാവശ്യം വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്ത കാരണം ഈ വെള്ളം നമ്മൾ അതോടുകൂടി തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. കൊള്ളി ഞാനിവിടെ 3 വിസിൽ വരെ വന്നിട്ട് കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞ് അതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് ഇത് വറുത്തിടാനായിട്ട് നമുക്ക് ഉള്ളി കാച്ചാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് നല്ല കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും വീട്ടിലുണ്ടാവുന്ന മുളക് കൊല്ലിഷ്ടൂൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ പുറമൊന്നും മേടിക്കുന്ന അങ്ങാടി മുളകിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലത്തെ വീട്ടിലുണ്ടാവുന്ന ഏത് തരം മുളകായാലും കുഴപ്പമില്ല, അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ ഒരു 10-20 മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറവായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ചുവന്നുള്ളി ഇവിടെ ഞാനൊരു 10-20 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പത്തിലുള്ള ചുവന്നുള്ളിയാണ്. എപ്പോഴും ചുവന്നുള്ളി കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പോൾ കൊല്ലി ഇഷ്ടുവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതുപോലത്തെ വറ്റൽമുളക് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാൻ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു ഉണ്ട മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊള്ളിയൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസൊക്കെ ഉള്ളവർക്ക് എപ്പോഴും കൂടുതൽ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൂടുതൽ ഇത്ര വേണ്ടെന്നുള്ളവർക്ക് ഇത്ര ആവശ്യമില്ല. ഞാനെപ്പോഴും ഇത്തിരി കൂടുതൽ എടുക്കാറുണ്ട്. ഇതുപോലെ കൊള്ളി അല്ലെങ്കിൽ കടല, മുതിര അങ്ങനത്തെ ഒക്കെ വേവിക്കുമ്പോൾ ഉപ്പേരികൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളുത്തുള്ളി കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം. പിന്നെ കടുക് വറുക്കാൻ ആവശ്യത്തിന്. പിന്നെ നമുക്ക് ഓയിൽ വേണം. വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെന്തതിന് ശേഷം കാച്ചിടും. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. പിന്നെ നമുക്ക് തേങ്ങ വേണം. ഇവിടെ ഞാൻ ഒരു 250 ml ഒരു കപ്പിലാണ് നിറച്ചിട്ടാണ് ഞാൻ തേങ്ങ എടുത്തിരിക്കുന്നത്. ശരിക്കും നാട്ടിൽ സാധാരണ വലിപ്പമുള്ള തേങ്ങയാണെങ്കിൽ ഒരു അരമുറി തേങ്ങ നമുക്ക് ചേർക്കാം. അതല്ല കൂടുതൽ തേങ്ങയൊക്കെ ഇതിലെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒന്ന് കുറച്ച് കൂടുതലായതുകൊണ്ടോ കുറവായതുകൊണ്ടോ ഒരു കുഴപ്പമൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ഇവിടെ നിറച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കാച്ചാനായിട്ടുള്ള വെളിച്ചെണ്ണ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊള്ളി വെന്തതിന് ശേഷം നമുക്ക് കുക്കറൊക്കെ തുറന്നതിന് ശേഷം നമുക്ക് ഉപ്പേരി കാച്ചിടും. ഇവിടെ ഞാനിപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ട് ഇവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റായി. അപ്പോൾ ഇത് തുറന്ന് നോക്കാം അത് വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ കൊള്ളി ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇത്ര കൊള്ളി ഞാൻ വേവിക്കുമ്പോൾ 3-4 വിസിൽ വന്നാലാണ് ചിലപ്പോൾ ഇത്രയൊക്കെ വെന്ത് കിട്ടുക. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നല്ല കൊള്ളിയാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇത് വെന്ത് കിട്ടിയത്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കടുക് വറുത്തിടുമ്പോൾ ആ സമയത്ത് നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതുപോലെ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ കളറും ടേസ്റ്റിനും കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ കൊല്ലി ഇഷ്ടു വയ്ക്കുമ്പോൾ. അപ്പോൾ നമുക്കിതിന് കാച്ചിയെടുക്കാം. ഇവിടെ ഞാൻ ഒരു സ്റ്റൗവിൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും സാധാരണ ചതച്ചെടുക്കുകയാണ് പതിവ്. പക്ഷെ ഞാനിവിടെ ഇതേ വലുപ്പത്തിൽ ചെറുതായിട്ട് വെളുത്തുള്ളി കട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ചുവന്നുള്ളി ഞാൻ ഇതേ വലുപ്പത്തിൽ അധികം കനമില്ലാതെ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളക് നടുവേ പൊളിച്ചിട്ടിരിക്കുകയാണത്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് ഒന്നിച്ച് ചതച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒന്നിച്ച് ചതച്ചിട്ട് ഉപ്പേരി കാച്ചാലും കുഴപ്പമില്ല. ഇത് ഞാനിപ്പോൾ സാധാരണ ചിലപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ചെടുക്കുമ്പോൾ ചീഞ്ഞട്ടിയിൽ ഇടുമ്പോൾ അത് ഒട്ടി കുറച്ച് പിടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് മുളക് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കടുകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുക്കാം നമുക്ക്. അതിന് ശേഷം ഇവിടെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരുപാട് ഇത് മൂത്ത് പോകണ്ട. ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിലാണെങ്കിൽ ഇത്തിരി കൂടുതൽ ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ വെളിച്ചെണ്ണയും നമുക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ടേസ്റ്റ് കൂടെ ഉള്ളൂ എപ്പോഴും. ഇവിടെ 4 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ കൊള്ളി ഞാൻ ഒരു 1.25 കിലോയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൊള്ളി ഇപ്പോൾ 1 കിലോനായാലും 1.25 കിലോനായാലും ഇപ്പോൾ ഈ കാച്ചനയിലോ എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴൊക്കെ അതിൽ കുറച്ച് കുറവ് ചേർത്താൽ മതിയാവും. ഇതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഒരുപാട് മൂത്ത് പോയിട്ടില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഈ മുളക് ചേർത്ത് കൊടുക്കാം.
ഈ കൊണ്ടാട്ടുമുളക് കൊണ്ടാട്ടുമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ കടുക് ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഒന്നും മുരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം മൂത്തിട്ടുണ്ട്. ഒരുപാട് നമുക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒരുപാട് ചുവപ്പ് കളറാവേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി അപ്പം നന്നായി മൂത്ത് വന്ന് നല്ല മണമൊക്കെ വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ എത്രയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത്രേ പാടുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പോൾ തേങ്ങ അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചിട്ട് കൊടുക്കാം. അത് ഒട്ടും ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും തേങ്ങ ചേർത്ത് കൊടുത്താലാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ ഈ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ കൊള്ളിയിലിട്ട ഉപ്പ് തമ്മിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കൊള്ളിയിൽ നന്നായിട്ട് ഉപ്പുണ്ടെങ്കിൽ ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എന്തായാലും കൊള്ളിയിൽ ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇതിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരുപാട് മൂത്ത് വരേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളുപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വേവിച്ച് വെച്ച കൊള്ളി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ ഇളക്കി കൊടുക്കുമ്പോൾ ശരിക്കും ഇത് ഇത്തിരി പേസ്റ്റ് പോലെ ഇത്തിരി വേവ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിലും ഒരു 2 കൈലുകൾ ഇതുപോലെ ഉപയോഗിച്ചിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടി ഈസി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഇതൊരു വശത്ത് കൂടെ ആകുമ്പോഴാണെങ്കിൽ ഒരു വശത്ത് കൂടെ ഇളക്കുമ്പോൾ ഇത് നീങ്ങാനും പിന്നെ ഇത് പുറത്തു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോഴെപ്പോഴും ഒരു 2 അല്ലെങ്കിൽ സപ്പോർട്ടിനായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാ വശത്തേക്കും നമുക്ക് മറിച്ചിടാനൊക്കെ ഭയങ്കര സൗകര്യമായിരിക്കും. ഒരു 2 മിനിറ്റ് നമുക്ക് ഈ അടുപ്പത്ത് തന്നെ വെച്ചിട്ട് ഒന്ന് വെള്ളം കൂടുതലുണ്ടെങ്കിൽ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിലിപ്പോൾ കറക്റ്റ് വെള്ളമാണ് ഇതുള്ളത്. പിന്നെ ശരിക്കും ചിലവർക്ക് അധികം കൊള്ളി വേവുന്നത് ഇഷ്ടാവില്ല. ചിലവർക്ക് നന്നായി വേവുന്നതായിരിക്കും ഇഷ്ടം. കടുക് കഴിച്ചപ്പോൾ അതിൻ്റെ മുളകിൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ട് തൊണ്ടയ്ക്ക് നല്ല കറിച്ചുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ചുമക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഇത്രയും വേവുന്നത് ഇഷ്ടമല്ല. അപ്പോൾ 3 വിസിൽ വന്നപ്പോൾ ഈ കൊള്ളി നന്നായി വെന്തിട്ടുണ്ട്. ശരിക്കും ഇത്ര വേവേണ്ട ആവശ്യമില്ല. 2 വിസിൽ വന്ന് ഓഫ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന കൊള്ളിക്കനുസരിച്ചിട്ട് ഇതിൻ്റെ വെവ് ഇരിക്കും. അപ്പോൾ നമ്മുടെ കൊള്ളി ഇഷ്ടം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കൊള്ളി ഇഷ്ടം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനാണ് ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ അതാണ്. അതുപോലെ തന്നെ പപ്പടവും പിന്നെ ഇത് ചമ്മന്തിയാണ്. അത് ഞാനിവിടെ റെസിപ്പി പിന്നെ ഞാൻ പറഞ്ഞു തരാം. ഇത് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതുപോലത്തെ കാന്താരിമുളകും ചുവന്നുള്ളിയും പുളിയും കോൽപ്പുളിയും കൂടി ചതച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണിത്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.